നാല് ഇന്ത്യ മുന്നണിന്റെ 4 കാൻഡിഡേറ്റ് ജനങ്ങളെ വിഡ്ഢിയാക്കാനല്ല ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പൊ ഇതുവരെ 4.5 കൊല്ലം ഇരുന്ന ഒരു MLA പിന്നെ മത്സരിക്കുന്നു, അത് ഇന്ത്യ അലയൻസ്. പിന്നെ കോൺഗ്രസ് 30-40 കൊല്ലം അവിടെ ഭരിച്ച ആര്യാടൻ മുഹമ്മദ് ജിന്റെ മകൻ മത്സരിക്കുന്നു. എന്തു പറഞ്ഞിട്ട്? നിലമ്പൂർ തിളങ്ങും. ഇതുവരെ തിളങ്ങിയിട്ടില്ല. പിന്നെ ആരാ ഇറങ്ങിയിരിക്കുന്നത്? സ്വരാജ്, LDF. ഇതുവരെ 9 കൊല്ലം ആരായിരുന്നു ഭരിക്കുന്നത്? LDF. നിലമ്പൂർ തുടരും. ഇതെല്ലാം കേൾക്കുമ്പോൾ ഞാനൊരു സാധാരണ രാഷ്ട്രീയക്കാരനാണെന്ന് വിചാരിച്ചാൽ മതി, എനിക്കും ഒരു ഫീലിംഗ് വരില്ലേ, ഇത് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ഇറങ്ങിയിരിക്കല്ലേ. വലിയ പ്രസംഗവും വലിയ ഒരു പോസ്റ്ററും റീൽസ് എല്ലാം ഇറങ്ങി നടക്കുമ്പോൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കണ്ടേ? 9 കൊല്ലം ഭരിക്കാൻ അവസരം ജനങ്ങൾ കൊടുത്തപ്പോൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഒരു ഉത്തരവില്ല. അതിൻ്റെ മുമ്പ് കോൺഗ്രസ് എത്രയോ കൊല്ലം ഭരിച്ചതാണ്, നിങ്ങളൊന്നും ചെയ്തില്ല, ഇപ്പോഴാണ് തിളങ്ങാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ പറയുന്നത് ഇവിടെ ശരിക്കും 2 ഓപ്ഷനുള്ളൂ. നിങ്ങൾ ഇന്ത്യ അലയൻസിന് ആരാണെങ്കിലും ഒരു ഓപ്ഷൻ നോക്കിക്കോളൂ. അവർ എല്ലാം ചെയ്യാൻ പോകുന്നത് ഒന്നാണ്, വാഗ്ദാനം തരും, വാഗ്ദാനം പറയും, ഒന്നും ചെയ്യില്ല. ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് വികസനം, പുരോഗതി, എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി അധ്വാനിക്കാനും പ്രവർത്തിക്കാനും ഒരു BJP NDA ഒരു മുന്നണി.